ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ പത്രമാറ്റിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂർത്തിയുടെയും അതേപോലെ തന്നെ നാഗേന്ദ്രൻ്റെയും ചെറുപ്രായങ്ങളാണ് കാണിക്കുന്നത്. ആ സമയത്ത് നാഗേന്ദ്രനെ വിളിച്ച് മൂർത്തി മറ്റൊരു സംഭവം കാണിക്കുന്നുണ്ട്. അത് വലിയൊരു ഡയമണ്ട് നെക്ലസ്. ആ ഡയമണ്ട് നെക്ലസ് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് എക്സിബിഷന് വെക്കണം, അത് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ തന്നെ എടുത്ത് കൊടുക്കേണ്ട, എത്രയ്ക്കും വില കയറ്റാൻ പറ്റുമോ അത്രയും വില കയറ്റി വേണം നമ്മൾ ഈ ഡയമണ്ട് നെക്ലസ് കൊടുക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നാഗേന്ദ്രനാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങളെ ഇത് നമുക്ക് നല്ലൊരു ഉയർന്ന വിലയ്ക്ക് തന്നെ വേണം കൊടുക്കാൻ. അങ്ങനെ ഇത് വെച്ച് തന്നെ നമ്മൾ വലിയ മാറ്റങ്ങൾ മാറ്റിയെടുക്കും. നമ്മൾ ഈ കേരളത്തിന് പുറത്തും തന്നെ നമ്മൾ വലിയ ജ്വല്ലറിയൊക്കെ തുടങ്ങി നമ്മൾ നല്ല റിച്ച് ആവുമെന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൂർത്തിക്ക് വളരെയേറെ സന്തോഷം തോന്നുക. അപ്പോൾ നാഗേന്ദ്രനോട് പറയുക, നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, പക്ഷേ നമ്മളല്ലാതെ വേറെ ആരും ഇത് കാണാനായിട്ട് പാടില്ല. എക്സിബിഷൻ്റെ സമയത്ത് മാത്രമേ ഇത് പുറത്തെടുക്കാൻ പാടുള്ളൂ, നീ ഇത് രഹസ്യമായിട്ട് വെക്കണമെന്ന് തന്നെ നാഗേന്ദ്രനോട് പറയുകയാണ്. ഇത് ഇടഞ്ഞപ്പോഴേക്ക് തീർച്ചയായിട്ടും അങ്ങളെ ഞാനിത് ആരെയും കാണിക്കാനായിട്ട് പോകുന്നില്ല, ഇതെൻ്റെ കയ്യിൽ എപ്പോഴും സുരക്ഷിതമായിരിക്കും എന്നും പറഞ്ഞ് നല്ല വിശ്വാസത്തോടു കൂടി തന്നെയാണ് മൂർത്തി ആ ഒരു ഡയമണ്ട് നെക്ലസ് നാഗേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിടുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ അതുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. മൂർത്തി വളരെയേറെ സന്തോഷം നിൽക്കുകയാണ്. ഈ ഒരു ഡീല് നമുക്ക് തന്നെ ഉറപ്പാകും, നമ്മൾ തന്നെ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് മൂർത്തി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശിനോട് ആ ഒരു സ്വർണ്ണപ്പണിക്കാരൻ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് ചോദിക്കണം, ആഹാ, അപ്പോൾ നാഗേന്ദ്രൻ്റെ കയ്യിലേക്കൊക്കെ ഈ ഡയമണ്ട് നെക്ലസ് ഒക്കെ കൊടുത്തു വിടാനായിട്ട് അത്രയ്ക്കും വലിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നോ മുത്തശ്ശൻ എന്ന് ചോദിക്കും. മുത്തശ്ശന് വിശ്വാസം ഉണ്ടായിരുന്നെന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നാഗേന്ദ്രൻ ദുഷ്ടനൊന്നുമില്ലായിരുന്നേ, പാവത്താനായിരുന്നു, തനി പാവത്താൻ, വിശ്വസ്തൻ. അയാളെക്കുറിച്ച് ആരും ചീത്ത അഭിപ്രായം ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ അവിടെ പിടിച്ച് നിന്നായിരുന്നെങ്കിൽ മൂർത്തീസ് കമ്പനിയിലെ അടുത്ത MD ആയിരിക്കും ഈ നാഗേന്ദ്രൻ. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാവോ? മറ്റൊരു ട്വിസ്റ്റാണ് അവിടെ സംഭവിച്ചത്. നാഗേന്ദ്രൻ അവിടെ ആ ഡയമണ്ട് നെക്ലസ് ഒളിപ്പിച്ച് വെച്ചില്ല, പക്ഷേ തൻ്റെ എല്ലാമായ ഭാര്യയെ ആ നെക്ലസ് കാണിക്കാനിടയായി. അങ്ങനെ വീണ്ടും കഥ തുടരുകയാണ്. അപ്പം നാഗേന്ദ്രന് ഈ ജലജയോട് ഈ കാര്യങ്ങളെല്ലാം പറയണം. ഇത് കേട്ട് ജലജ ഭയങ്കര ആർത്തി പിടിച്ചൊരു ഇതാണല്ലോ. അപ്പോൾ നാഗേന്ദ്രനോട് പറയണം, അതെ പിന്നെ എനിക്ക് ആ നെക്ലസ് ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോഴേക്കേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിന്നെ വിശ്വസിച്ച് ഞാനിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നീ ഈ കുടുംബത്തിലുള്ളതാണല്ലോ, അതുകൊണ്ട് കാണിച്ച കുഴപ്പമില്ലെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ഭംഗി കണ്ട് നിന്നെ കാണിച്ചു. അത് പിന്നെ നാഗേട്ടാ, സത്യമായിട്ട് എനിക്ക് നല്ലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, അപ്പോൾ ഇടാനായിട്ട് നല്ലൊരു മാലയില്ല, ഞാൻ ഈ മാല ഇട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും വന്ദിച്ച് നോക്കി നിൽക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെ. അതുകൊണ്ട് ആ നെക്ലസ് എനിക്ക് തരണം, എനിക്കത് ഇട്ടിട്ട് ഫംഗ്ഷന് പോകണമെന്നും പറയണം. പക്ഷെ നാഗേന്ദ്രൻ അവിടെ സമ്മതിച്ചില്ല. ഇല്ല ജലജെ, ഞാനിത് തരില്ല, എൻ്റെ അടുത്ത് മൂർത്തി അങ്കിൾ പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റാരും കാണാൻ പാടില്ലെന്നാണ്. അപ്പോൾ പിന്നെ നീ ആ നെക്ലസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കാണൂല്ലേ, അപ്പോൾ അതെങ്ങനെ എക്സിബിഷനിൽ വെക്കാൻ പറ്റുന്നത്? ഇത് എക്സിബിഷനിൽ വെക്കാനുള്ള സാധനമാണ്. എന്നിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആരാണോ അവർക്ക് വലിയ തുക വെച്ച് തന്നെ വേണം ഇത് സെയിൽ നടത്താനായിട്ട് എന്ന് നാഗേന്ദ്രൻ പറയണം. അപ്പോൾ നാഗേന്ദ്രൻ്റെ ഈ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കരമായിട്ട് കലി വരിക. ജലജയുടെ പണ്ടത്തെ സ്വഭാവം ദുഷ്ടത്തരമാണ്, ഇപ്പോഴത്തെ സ്വഭാവം ദുഷ്ടത്തരം തന്നെയാണ്. അപ്പോൾ ജലജ പറയാം, അതൊന്നും അച്ഛൻ അറിയാൻ പോകുന്നില്ലെന്നേ, തൽക്കാലത്തേക്ക് എനിക്ക് തന്നാൽ മാത്രം മതി, ആരും അറിയാനായിട്ട് പോകുന്നില്ലെന്നോ, നിന്റെ കഴുത്തി കിടക്കുമ്പോൾ എല്ലാവരും കാണും. പിന്നെ എക്സിബിഷന് ആ സമയത്ത് ഈ കണ്ടവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെക്ലസിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയില്ലേ, അത് നമുക്ക് വളരെ നാണക്കേട് കാര്യമല്ലേ ജലജെ എന്ന് പറഞ്ഞിട്ട് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് തന്നെ നാഗേന്ദ്രൻ അവിടെ നിന്ന് പോവണം. അപ്പോൾ നാഗേന്ദ്രൻ്റെ ആ ഒരു പറച്ചിലുണ്ടപ്പോഴേക്കും ജലജയ്ക്ക് കലിയും വരിക്കണം. ആഹാ, എൻ്റെ കുടുംബത്തിലെ സാധനമല്ലേ, എൻ്റെ കുടുംബത്തിലൊരു സാധനം എടുക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ അനുവാദം എനിക്ക് വേണം, ഞാനത് എങ്ങനെയെങ്കിലും മോഷ്ടിക്കും എന്ന് ജലജ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ജലജ അത് മാറ്റുക, അത് അടിച്ച് മാറ്റുകയും ചെയ്യണം. അടിച്ച് മാറ്റിയിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് അവിടെ വെക്കുകയും ചെയ്യണം. അങ്ങനെ ആ ഒരു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നാഗേന്ദ്രനാണെങ്കിൽ ആ ഒരു സാധനം എടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ എന്തോ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ അവിടെ കാണുകയും ചെയ്യുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ്റെ ഒരു പേടി, ദൈവമേ ഇത് മൂർത്തിയങ്ങൾ തന്ന നെക്ലസ് തന്നെയാണോ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. ജലജെ ഇങ്ങോട്ട് വാ ജലജെ, നീ ഇതിലെന്തെങ്കിലും തിരിമറിവ് കാണിച്ചു? അയ്യോ, ഞാനെന്ത് തിരിമറിവ് കാണിക്കാൻ, നിങ്ങളല്ലേ ആ നെക്ലസ് എനിക്ക് തരില്ലെന്ന് പറഞ്ഞത്, പിന്നെ ഞാനെന്ത് കാണിക്കാനാണ്? ഇത് ആ ഒറിജിനൽ നെക്ലസ് അല്ല, എനിക്കത് മനസ്സിലായ കാര്യമാണ്, നീ മര്യാദക്ക് വെച്ചണ്ടേ. ഇത് കേട്ട ജലജയാണെങ്കിൽ നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്, ഇത്രയും വിലപിടിപ്പുള്ള സാധനമാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, അതങ്ങനെ വെറുതെ കളയാനായിട്ട് പറ്റുമോ?
അതുകൊണ്ടാണ് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വെച്ചത്. ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് എക്സിബിഷനിൽ വെച്ചപ്പോൾ ആരും അറിയാനായിട്ട് പോകുന്നില്ല എന്നേ. ആരറിയാനായിട്ട് പോകും? ജലജ, നീ കളിക്കാൻ നിൽക്കരുത്. ഇതെന്നെ വിശ്വസിച്ച് മൂർത്തിയങ്കൾ തന്ന സാധനമാണ്. അതെനിക്ക് തിരിമറിവ് ചെയ്യാനായിട്ട് പറ്റില്ല. നീ കളിക്കാതെ ഇങ്ങെടുക്ക്. ഇല്ല, ഞാൻ തരുന്ന പ്രശ്നമില്ല എന്ന് പറയാം. നിങ്ങളിതെങ്ങാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലേ അച്ഛൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തന്നെ കിട്ടാൻ പോകുന്നത്. കാരണം നിങ്ങളെനിക്ക് തന്നു എന്ന് ഞാൻ അങ്ങോട്ട് പറയും. അപ്പം പിന്നെ പ്രശ്നം ഗുരുതരമാകെ. നിങ്ങളെ ശരിക്കിട്ട് പോഷും എൻ്റെ അച്ഛൻ. അതുകൊണ്ട് അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി എന്തൊക്കെ വന്നാലും ആ നെക്ലസ് ഞാൻ ഏതായാലും തരാൻ പോകുന്നില്ല എന്നും ജലജ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രനാണെങ്കിൽ ആകെ ടെൻഷനും കൂടി വരിക. എന്തൊരു കഷ്ടമാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ആ എക്സിബിഷൻ വന്നെത്തുകയാണ്. അപ്പോൾ ഈ കഥകളെല്ലാം ഈ സ്വർണ്ണപ്പണിക്കാരൻ നമ്മുടെ ആദർശിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ എക്സിബിഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു നെക്ലസും അവിടെ വെക്കുക. അപ്പോൾ ആ നെക്ലസും അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആരും ആ നെക്ലസിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നു പോലുമില്ല. കാരണം അത്രയും വലിയ തിളക്കമൊക്കെ അതിന് പോയിരിക്കുകയാണ്. അതിൻ്റെ ആ ഡയമണ്ട് നെക്ലസിന് അത്രയും തിളക്കമില്ല. ഇപ്പോൾ ആർക്കും ഒരു വില പറഞ്ഞ്, ചിലവരൊക്കെ വന്ന് വില പറഞ്ഞെങ്കിലും ആ ഒരു വിലയ്ക്ക് മേടിക്കാനായിട്ട് ആരും തയ്യാറായതുമില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷനുമായി. ഇതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? അങ്ങനെ മൂർത്തി ആ ഒരു നെക്ലസ് എടുത്ത് നോക്കുക. അപ്പം മൂർത്തിക്ക് മനസ്സിലായി ഈ നെക്ലസ്സിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മൂർത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മൂർത്തി നേരെ നാഗേന്ദ്രനെ വിളിക്കുകയാണ്. എടാ, നിൻ്റെ കയ്യിലല്ലേ ഞാൻ ആ നെക്ലസ് തന്നത്? അത് കുറച്ച് ദിവസം നിൻ്റെ കയ്യിൽ ഇരുന്നതുമാണ്. പിന്നെ എങ്ങനെയാ ആ നെക്ലസ്സിന് ഇത്ര മാറ്റം കുറഞ്ഞത്, തിളക്കം കുറഞ്ഞത്? അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. പറ, നീ സത്യം പറ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ വിറച്ചങ്ങ് നിൽക്കുകയാണ്. അയ്യോ, എനിക്കറിയാൻ പാടില്ല ആ കാര്യങ്ങളൊന്നും. അത് ആ നെക്ലസ് തന്നെയാണെന്ന് പറയാണ്. നാഗേന്ദ്ര, ഇത്രയും നാൾ നിന്നെ ഞാൻ വിശ്വസിച്ചു. നിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും അവിശ്വസിച്ചിട്ടില്ല ഞാൻ. വളരെയേറെ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചാണ് എൻ്റെ മക്കൾക്ക് പോലും ഞാൻ കൊടുക്കാതെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ ആ ഒരു നെക്ലസ് തന്നത്. എന്നിട്ട് കൂടെ നിന്ന് ചതിക്കാനാണോ നിൻ്റെ ഭാവം എന്ന് ചോദിക്കണം. അയ്യോ ഇല്ലങ്ങളെ, ഞാൻ കൂടെ നിന്ന് ഒരിക്കലും ചതിച്ചിട്ടില്ല അങ്കളെ. ആ നെക്ലസ് അത് തന്നെയാണ് അങ്കളെ. അങ്കിൾക്ക് മാറിപ്പോയതാണ്. നീ എന്നെ പറ്റിക്കാനായിട്ട് നോക്കുകയാണോ നാഗേന്ദ്ര? സത്യം പറ നാഗേന്ദ്ര, ആ നെക്ലസ് എവിടെ? നീ അത് അടിച്ചു മാറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അങ്കളെ, ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല. പക്ഷേ നാഗേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മൂർത്തി നാഗേന്ദ്രനെ കാരണം അടിച്ച് പൊട്ടിക്കണം. ആ ജ്വല്ലറിയിലിട്ട് തന്നെ നാഗേന്ദ്രനെ പൊളിച്ചടുക്കുക. മൂർത്തിക്ക് മനസ്സിലായി നാഗേന്ദ്രൻ തന്നെയാണ് അത് മാറ്റിയിരിക്കുന്നതെന്ന് മൂർത്തിക്ക് മനസ്സിലായി. അത്രയും വിലപിടിപ്പുള്ളൊരു സാധനമാണ് അത് മാറ്റിയിരിക്കുന്നത്. ആരോടൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയ എന്ന് ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വലിയൊരു അടിപിടി ബഹളമൊക്കെ ഉണ്ടാകുക. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഈ ആദർശിനോട് കഥകളെല്ലാം പറയാണ്. പിന്നെ എങ്ങനെയാണ് മുത്തശ്ശൻ പുറത്താക്കിയത്, അപ്പോൾ ഈ അപ്പച്ചിയെ പിടികൂടിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതാണ് വമ്പൻ ട്വിസ്റ്റിലേക്ക് പോകുന്നത്. കാരണം നാഗേന്ദ്രനെ ആ സമയത്ത് ജലജ ഒറ്റിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ആദർശ് ഒന്നും ഞെട്ടിപ്പോവാണ്. അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. അപ്പോൾ ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.